വീണ്ടും ഒരു കാറ്റത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പെഡല് ഞാൻ തൊടണം കൂടി ഇല്ല. നോക്ക്, പെഡല് ഞാൻ കാല് പുറത്തേക്കാണ്. അല്ല, ഇതിന് ലൈസൻസ് ഒന്നും വേണ്ട. ഇറക്കത്തില് 30-35 കിലോമീറ്റർ ഫാസ്റ്റ് നമ്മുടെ വണ്ടി ഓടുന്നുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു പുതിയൊരു സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ട്. വേറെ ഒന്നല്ല, നമ്മുടെ ഈ മോട്ടോറാഡിൻ്റെ റേഞ്ചർ എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. സോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഈ സൈക്കിൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. റിവ്യൂയും കാര്യങ്ങളും ഈ വീഡിയോ ഞാൻ പറയുന്നതായിരിക്കും. സോ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. സോ ഇത്ര വലിയ പെട്ടിയിലാണ് നിൽക്കുന്നത്. ഒരു മോഡലാണ് സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു സൈക്കിളിൻ്റെ മോഡൽ പോലും ഒന്നല്ല. ലൈക്ക് നമ്മൾ കണ്ടു വന്നുകൊണ്ടിരുന്ന സൈക്കിളിലൊരു മോഡലുണ്ടല്ലോ, അതിന് ഒരു വ്യത്യസ്തമായിട്ടൊരു ഈ ബൈക്കിൻ്റെ പോലത്തെ ഒരു മോഡലാണ് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത്. സോ എന്തായാലും കൊള്ളാം. സോ അത് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പെട്ടിയെ മരിക്കും നമുക്ക് നോക്കാനാണെങ്കിൽ ഇവിടെ ഈ മോട്ടോറാഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ റേഞ്ചർ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ സൈക്കിളിൻ്റെ ഇമേജും കാര്യങ്ങളൊക്കെ. ഓപ്പൺ ഹിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. കാണുന്ന വള്ളിയും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് ഇതിനുള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. പാടാണ് തുറക്കാനായിട്ട്. അടിപൊളി പാക്കിങ്ങിലേക്കാണ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഫൈനലി ഇതേ നമ്മുടെ ഈ കാണുന്നതാണ് നമ്മുടെ സൈക്കിൾ എന്ന് പറയുന്നത്. വാവ്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല സൈക്കിളിൻ്റെ ടയർ. ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ്. സോ ഇതൊക്കെ ഒന്ന് അസംബിൾ ചെയ്യണം. സോ അതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ഇപ്പോൾ ആദ്യം നമുക്ക് ഇതിനുള്ളിൽ കുറച്ച് ഇതേപോലത്തെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റാം. കുറച്ച് ബോക്സുകളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ചധികം ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതേ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം വലിയ ഹെഡ്ലൈറ്റ് ആട്ടാ. ഈ കാണുന്നതാണ് ഇതിന്റെ ബാറ്ററി എന്ന് പറയുന്നത്. ടയർ പുറത്തേക്ക് എടുക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ സൈക്കിൾ നമുക്ക് പുറത്തേക്ക് എടുക്കണം. അത്യാവശ്യം നല്ല വെയിറ്റ് ആണ് നമ്മുടെ സൈക്കിൾ വന്നിട്ടുണ്ട്. സൈക്കിൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു കുട്ടി നമ്മുടെ ഈ ബൈക്ക് എന്ന് പറയില്ലേ, അതാണ് ഐറ്റം. നമ്മുടെ സൈക്കിളോടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിനുള്ളിൽ ഇറക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ഐറ്റം അവിടെ സെറ്റ് ആയിട്ടുണ്ട്. സോ ഇതിന്റെ മേലത്തെ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വലിച്ച് പറിച്ച് കളയാം. കാണുന്നതാണ് ഇതിന്റെ ചാവിയും കാര്യങ്ങളൊക്കെ. സോ ഈ ചാവി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ സൈക്കിൾ നമുക്ക് ഓണാക്കാൻ പറ്റുള്ളൂ. അവർക്ക് തന്ന പെട്ടികൾ ഓരോ നമുക്ക് തുറന്നു നോക്കാം ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരണേന്ന്. എന്റെ യൂസർ മാനുവലി അങ്ങനത്തെ ഐറ്റംസ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇതിന്റെ റാപ്പിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ വലിച്ച് പറിച്ച് കളഞ്ഞിട്ട് നമ്മുടെ സൈക്കിൾ സെറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ ബാറ്ററി വെക്കണം, അതേപോലെ തന്നെ ടയർ നമ്മൾ ഫിക്സ് ചെയ്യണം, അതേപോലെ ഹാൻഡിൽ ഫിക്സ് ചെയ്യണം. പിന്നെ അതിന്റെ പെഡലിന്റെ ഈ ഐറ്റം കണ്ട. സോ ഈ ഇവിടുത്തെ പെഡൽ വെക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. യൂസർ മാനുവൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സൈക്കിൾ എങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളത് മൊത്തത്തിൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സൈക്കിൾ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ഫുള്ള് കാണാൻ പറ്റും. ഒരു തരി പോലും സ്ക്രാച്ച് ഇല്ലാണ്ടാണ് നമ്മുടെ ഈ ഒരു പെട്ടിയിൽ നമ്മുടെ ഐറ്റം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈനാണെന്ന് പേടിച്ചിട്ട് നിങ്ങൾ മേടിക്കാണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു ഡാമേജ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അടിപൊളി ഐറ്റം, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ അതൊക്കെ വന്നിട്ടുണ്ട്. സൈക്കിൾ കുറച്ച് അസംബിൾ ചെയ്യാനുണ്ട്. സോ ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് ഞാൻ വരാട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പണിയിലേക്ക് കിടക്കാൻ പോവാണ്. സോ നമ്മുടെ യൂസർ മാനുവൽ നോക്കിയിട്ട് നമ്മൾ വളരെ കൃത്യമായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ടയർ നമ്മൾ ഫിക്സ് ചെയ്യണം. അതിന് മുന്നേ ടയർ ഫിക്സ് ചെയ്യണ മുന്നായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ കാണുന്ന ഇതുണ്ടോ, ഇതിൻ്റെ മേലെ നമുക്ക് വെച്ച് കൊടുക്കണം ഹാൻഡിൽ. പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് ഈ കാണുന്ന മഡ് ഗാർഡ് വെച്ച് കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മുടെ ടയർ ഫിക്സ് ചെയ്യേണ്ടത്. ഈ കാണുന്ന പെട്ടിയിൽ നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജർ വന്നിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ചാർജർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ടൂൾസും കാര്യങ്ങളും ഇതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ആവശ്യമുള്ള ടൂൾ എന്ന് പറയുന്നത്. നമ്മുടെ ഹാൻഡിൽ ഫസ്റ്റ് ഫിക്സ് ചെയ്യാം. ഈ അലങ്കി വെച്ചിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യണം. ഹാൻഡിൽ ഫിക്സ് ചെയ്യാൻ പോവാണ്. ഹാൻഡിൽ ഫിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അലങ്കി വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് തുറക്കണം. ഈ 4 തുറക്കാനുണ്ട്. ഹാൻഡിൽ നമ്മളോട് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വരാം. നമ്മുടെ ഹാൻഡിലും കാര്യങ്ങളാണ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യേണ്ടത് നമ്മുടെ ടയർ സെറ്റ് ആക്കണം. ടയർ സെറ്റ് ആക്കണം മുമ്പായിട്ട് ഇതിൻ്റെ ബാറ്ററി ലാസ്റ്റ് വെക്കാം. പിന്നെ ഈ പെഡലും വെക്കണം. നട്ടും ബോൾട്ടൊക്കെ ഇതിൽ തന്നെയുണ്ട്. ജസ്റ്റ് ഒന്ന് അഴിച്ച് വെച്ചിട്ട് ഇതൊന്ന് ഫിറ്റ് ചെയ്യണം. എന്ന പോലെ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്താൽ മതി. ഈ അലങ്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൂടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ ഹാൻഡിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മഡ് ഗാർഡ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ കാണുന്ന ടയർ എടുത്തിട്ട് ഇതിൽ വെക്കാന്നുള്ളതാണ്. ഈ കാണുന്ന നട്ട് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത് വെക്കുക ഗൈസ്. അപ്പോൾ നമ്മുടെ ടയറും കാര്യങ്ങളും നമ്മൾ ഫിക്സ് ആക്കിയിട്ടുണ്ട്. സോ ഫിക്സ് ആക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഈ കാണുന്ന ഡിസ്ക് ബ്രേക്ക് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാൽ മതി. വേറെ സീനൊന്നുമില്ല. ലൈറ്റ് വയ്ക്കാനുണ്ട്. അതേപോലെ തന്നെ പെഡലും കൂടി ഫിറ്റ് ചെയ്യാനുണ്ട്. പെഡലിൽ നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെഡൽ ഫിറ്റ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. ഇതേപോലെ തന്നെ വെച്ചിട്ട് ഈ കാണുന്ന സ്പാനർ വെച്ചിട്ട് ഇതേപോലെ തിരിച്ചു കൊടുത്താൽ മതി. പെഡലും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഹെഡ്ലൈറ്റിൻ്റെ ഈ സംഭവമുണ്ട്, ഈ പ്ലഗ്. സോ അത് ഇതായിട്ട് നമുക്ക് ജോയിൻ ചെയ്യണം. ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഫിറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച ശേഷം ഇതിൻ്റെ നട്ടും ബോൾട്ട് ഉണ്ട്. സോ അത് വെച്ചിട്ട് ജസ്റ്റ് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് ഒക്കെ അടിപൊളിയാണ്. സോ ജസ്റ്റ് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി തീരും. ഈ കാണുന്നതാണ് ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു 48 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. 46.8
വോൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ 48 വോൾട്ട്. ഓക്കെ, പിന്നെ 12.75 AHൻ്റെ ബാറ്ററിന് കൊടുത്തിട്ടുണ്ട്. സോ ഈ ബാറ്ററി വെച്ചിട്ടാണ് നമുക്കൊരു 60 കിലോമീറ്റർ ദൂരം നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത്. അതും 25 കിലോമീറ്റർ ഫാസ്റ്റ് നമുക്ക് ഓടിക്കാൻ പറ്റും. സോ നമുക്ക് എന്തായാലും ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. കാണുന്നതാണ് ബാറ്ററി എന്ന് പറയുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, ഒരു 5 കിലോയുടെ അടുത്ത് വെയിറ്റ് ഉണ്ട്. സോ ഈ കാണുന്ന ബാറ്ററി നമുക്ക് നമ്മുടെ ഈ കാണുന്ന ഭാഗത്ത് ഒന്ന് വെച്ച് കൊടുക്കണം. നമ്മുടെ ബാറ്ററി ഇവിടെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റീചാർജ് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 5-6 മണിക്കൂർ വേണം ഇത് റീചാർജ് ആവാനുള്ള ടൈം എന്ന് പറയുന്നത്. സോ ഇത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ത്രോട്ടിൽ മാത്രമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ 60 കിലോമീറ്റർ ഓടും. നിങ്ങൾ പെഡൽ അസിസ്റ്റൻറ്റും കൂടി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 75 കിലോമീറ്റർ നിങ്ങൾക്ക് ഈ ബാറ്ററിയിൽ സഞ്ചരിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ സൈക്കിളുമേ. ഇത് വെച്ച് കൊടുക്കാൻ പോവാണ്. ഇത് വെക്കാൻ സിമ്പിളാണ്. ഇതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് സ്ലൈഡ് ചെയ്തിട്ട് ഇതിങ്ങനെ ഇറക്കി വെക്കുക. അതിനുശേഷം നമ്മുടെ താക്കോലുണ്ട്. ഈ താക്കോൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം പിന്നെ ലോക്ക് ചെയ്യാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ബാറ്ററിയും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ മേലെ കയറിയിട്ട് നമുക്ക് ഓടിച്ച് നോക്കാം. എന്നാലല്ലേ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. സൈക്കിളിനെ മേലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ മോട്ടോറായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്ററിയുടെ മേലെ ഈ മോട്ടോറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് കൺട്രോൾ ഓപ്ഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പവർ ബട്ടൺ ഇവിടെ ഓൺ ആക്കാനുള്ളത് ഇവിടെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷിമാനോൻ്റെ നമുക്ക് ഗിയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വന്നിക്കുന്നത്. അല്ലാതെ അസംബിൾ ചെയ്തിട്ട് നമ്മുടെ വണ്ടിയോട് സെറ്റ് ആയിട്ടുണ്ട്. ശരിക്കും ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു ഡെഡ് ബൈക്ക് ഇല്ലേ, അതിൻ്റെ ഒരു ലുക്കിലാണ് നമ്മൾ ഐറ്റം വന്നിരിക്കുന്നത്. പിന്നെ വലിയ സീറ്റും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതുപോലത്തെ വലിയ സീറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ നോർമൽ സൈക്കിളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഇരിക്കാൻ ഒരു ഡിസ്കംഫർട്ട് ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ മേലെ ഇരിക്കാൻ അടിപൊളിയാണ്. നല്ല കുഷനിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മേലെ ഇരിക്കുമ്പോൾ തന്നെ കണ്ടാ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൈക്കിൾ ഹൈറ്റ് വെച്ചിട്ട് എൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതേപോലെയാണ് എൻ്റെ കാല് നിൽക്കുന്നത്. ഈ സൈക്കിളിൽ വന്നിരിക്കുന്ന ഫ്രെയിം എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. ടെൻസൈൽ സ്റ്റീൽ ഫ്രെയിംസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഗീസ് വന്നിരിക്കുന്നത് 7 സ്പീഡ് ഗിയർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിമാനോൻ്റെ ഗീസാണ് കൊടുത്തിരിക്കുന്നത്. ഷിമാനോൻ്റെ TZ500 എന്ന് പറഞ്ഞ ഒരു മോഡൽ ഗീസാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ടയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൈലോൺ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 20 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് ഹോൺ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയാനാണെങ്കിൽ ഡബിൾ ക്രൗൺ സസ്പെൻഷനാണ് കൊടുക്കുന്നത്. അത് 120 mm ട്രാവൽ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. 48 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 250 വാട്ടിൻ്റെ റിയർ ഹബ് മോട്ടറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ 6+ ഒരു ഡിസ്പ്ലേയും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ കാണുന്ന ഈ ബൈക്ക് അല്ലെങ്കിൽ ഈ സൈക്കിൾ നമ്മളൊന്ന് ജസ്റ്റ് ഓൺ ചെയ്യാൻ പോവാണ്. ഇത് ഓൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഈ കാണുന്ന ബാറ്ററി ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുക. അതിനുശേഷം ഇതിൽ നമ്മുടെ ഈ കാണുന്ന താക്കോൽ ജസ്റ്റ് ഓൺ ആക്കുമ്പോൾ ഡിസ്പ്ലേയിലൊന്നും വരില്ല. അത് വരണമെങ്കിൽ നമുക്ക് ഇവിടെ പവർ ബട്ടൺ ഓൺ ആക്കണം. പവർ ബട്ടൺ ഓൺ ആക്കുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ഇവിടെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ഡിസ്പ്ലേയിൽ നോക്കാനാണെങ്കിൽ നമുക്ക് ഇവിടെ സ്പീഡ് ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ചാർജ് എത്രത്തോളം ബാറ്ററിയിൽ ചാർജ് എന്ന് കാണാൻ പറ്റും. പിന്നെ എത്ര കിലോമീറ്റർ ഓടിയെന്ന് കാണാൻ പറ്റും. പിന്നെ പെഡൽ അസിസ്റ്റൻസിൻ്റെ 1, 2, 3 അങ്ങനെ 5 ലെവൽ വരെ നമുക്ക് പെഡൽ അസിസ്റ്റ് ചെയ്യാൻ പറ്റും. പെഡൽ അസിസ്റ്റൻ്റ് എങ്ങനെയാണ് വർക്കാവുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ ലൈറ്റിൻ്റെ സ്വിച്ച് ഉണ്ട്. സോ ഈ ലൈറ്റിൻ്റെ സ്വിച്ച് നമ്മളിങ്ങനെ അമർത്തുമ്പോൾ ഇതിൽ ഇവിടെ 1 എന്ന് വന്നു. അത് വീണ്ടും അമർത്തി കഴിഞ്ഞാൽ 2, 3, 4, 5 ഇത്രയും ഇതിൽ നമുക്ക് പെഡൽ അസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ലൈറ്റിൻ്റെ സ്വിച്ച് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് കത്തും. സോ നമ്മുടെ ലൈറ്റ് ഇവിടെ അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. ഇനി കാണുന്നതാണ് ഹോണ്. അത്യാവശ്യം നല്ല ലൗഡാണ്. പെഡൽ അസിസ്റ്റൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഇതിൻ്റെ പെഡൽ കൊണ്ട് ചവിട്ടുന്ന സമയത്ത് നമ്മൾ ബാറ്ററിയും കൂടിയും ഒരു സപ്പോർട്ടിന് വേണ്ടി കൊടുക്കുന്നതാണ് ഈ പെഡൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ പെഡൽ മാത്രം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഒരു പവർ കിട്ടണമെങ്കിൽ നമ്മൾ ബാറ്ററിയും കൂടി നമ്മൾ ഇതിൽ കൊടുക്കും. പക്ഷേ നമ്മൾ ത്രോട്ടിൽ ഓടേണ്ട ആവശ്യമില്ല. നമ്മൾ പെഡൽ ചവിട്ടുമ്പോൾ തന്നെ നമ്മുടെ ബാറ്ററിൻ്റെ ഒപ്പം വർക്കാവും. അപ്പോൾ സോ ഒരു പുഷ് എക്സ്ട്രാ കിട്ടും. മനസ്സിലായോ? അതാണ് ഈ പെഡൽ അസിസ്റ്റൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ കാണിച്ചു തരാം അതിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ. നേരത്തെ പറഞ്ഞ പോലെ ഒരു ബൈക്കിൻ്റെ പോലെ സീറ്റാണ് വന്നിരിക്കുന്നത്. അതല്ല അടിപൊളി കുഷൻ സീറ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് കംഫർട്ടാണ് ഇരിക്കാൻ കാര്യങ്ങളൊക്കെ. എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ലുക്കാണ് ഗൈസ്. അടിപൊളി ലുക്ക്, വേറെ ലെവൽ ഒന്നും പറയാനില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു സൈക്കിൾ ആദ്യമായിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ബ്രേക്ക് പിടിക്കുമ്പോൾ ബാക്കിലൊരു ബ്രേക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 2 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് 2 ഇൻഡിക്കേറ്റേഴ്സ് ആണ്, ലെഫ്റ്റ് റൈറ്റ്. ഇതിലാണ് അതിൻ്റെ ഫുള്ള് കൺട്രോൾ വന്നിരിക്കുന്നത്. ഇത് ഇൻഡിക്കേറ്റേഴ്സ് വർക്കാനുള്ള കൺട്രോൾ, ഇത് ഹോണ്, പിന്നെ അതേപോലെ തന്നെ ഇത് ലൈറ്റ്. പെഡൽ അസിസ്റ്റൻസ് ഡൗൺ ചെയ്യണമെങ്കിൽ ഇത് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ പെഡൽ അസിസ്റ്റൻറ്റ് ഡൗൺ ആവും. ഒരു ക്ലിക്കാണെങ്കിൽ പെഡൽ അസിസ്റ്റൻറ്റ് ഓൺ ആവും. ഇത് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആവും. ബാക്കിലും ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഹെൽമെറ്റ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ബാക്കിൽ ലൈറ്റ് കാണാൻ പറ്റും. സോ നിങ്ങൾ രാത്രിയൊക്കെ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് ഒരു ഇൻഡിക്കേറ്റർ പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഗൈസ്, അപ്പോൾ ഈ കാണുന്നതാണ് ഹെൽമെറ്റ് എന്ന് പറയുന്നത്. ഞാനൊരു സൈക്കിൾ ചവിട്ടാൻ പോകുന്ന ഒരാളുടെ വലിയ കയ്യിൽ. സോ അടിപൊളിയാണ്. സോ ഈ ഒരു സംഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ ഊരി മാറ്റാവുന്നതാണ്. ഈ കാണുന്നത് മാഗ്നറ്റ് ആണ്.
സോ ഈ മാഗ്നറ്റ് വഴിയാണ് ഇത് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ഈ സൈക്കിൾ എന്ന് പറയുന്നത്. സോ ആ കാണുന്ന ബൈക്കും ഈ കാണുന്ന സൈക്കിളും തമ്മിൽ രണ്ടും എന്താ പറയുക, രണ്ട് ബൈക്ക് ഇരിക്കാൻ വലിയ തോന്നുന്നത്. അപ്പോൾ നമ്മുടെ സൈക്കിൾ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിക്കാൻ പോവുകയാണ്. നമ്മുടെ സൈക്കിൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഈ ബൈക്ക് എന്നാണ് ഐറ്റം. ഇത് ഓടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ റൈഡിങ് കംഫർട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ബാക്കിയുള്ള ഡീറ്റെയിൽസും പറഞ്ഞു തന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അടിപൊളി ബ്രേക്കിംഗ് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഓഡോമീറ്റർ നോക്കുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തെന്ന് കാണാൻ പറ്റും. പിന്നെ ഇതിൽ നമ്മുടെ പെഡൽ അസിസ്റ്റൻ്റ് എത്ര 1 2 3 4 5 5 വരെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സ്പീഡ് മാക്സിമം സ്പീഡ് കൊടുക്കും. ഇവിടെ നമ്മുടെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ 0 എന്നാണ് കാണിക്കുന്നത്. സോ ഈ 0 എന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ഈ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടി നീങ്ങില്ല. പക്ഷേ നമ്മൾ ഈ കാണുന്ന സ്വിച്ച് ഉണ്ടോ, ഇത് ആണ് നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ചാണ്. ഇത് കുറച്ച് നേരം അമർത്തി പിടിച്ചാൽ ലൈറ്റ് എത്തും. വെറും ഒരു അമർത്തിയ നമ്മുടെ ഇവിടെ പെഡലിൻ്റെ അസിസ്റ്റൻ്റ് ഒന്നാവും. ഇതിൽ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നീങ്ങും. അവിടെ ഗൈസ് നല്ല പവറിലാണ് നീങ്ങുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോളാം ഗൈസ്. അപ്പോൾ ഇരുന്ന് ഓടിക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, ഭംഗി. പിന്നെ നമുക്കൊരു റൈഡ് പോകാനുണ്ടെന്ന് പറഞ്ഞില്ലേ, നമുക്കൊരു റൈഡ് പോയിട്ട് വരാം. ഇതിൻ്റെ മേലെ ഇരിക്കുമ്പോൾ പക്ക ഒരു ബൈക്കിൻ്റെ മേലെ ഇരിക്കുന്ന ഒരു ഫീലാണ് ഈ കിട്ടുന്നത്. ഇതിൻ്റെ ഹാൻഡിലൊക്കെ അടിപൊളിയാണ്. കണ്ടത് പക്ക ഒരു ബൈക്കിൻ്റെ ഒരു ഡെഡ് ബൈക്കിൻ്റെ ഹാൻഡിൽ പോലെ ഉണ്ട്. ഇവിടെ ചവിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചവിട്ടുമ്പോൾ നമുക്ക് ഒരു പെഡൽ അസിസ്റ്റൻറ്റ് കിട്ടുന്നുണ്ട്. ഈ ത്രോട്ടിൽ മാത്രം കൊടുക്കുമ്പോൾ 25 കിലോമീറ്റർ ഫാസ്റ്റിലാണ് നമ്മുടെ ഐറ്റം ഓടാ. എൻ്റെ മോനെ ഗൈസ്, കുറച്ച് വെള്ളം കയറി എടുക്കുന്നുണ്ട് മഴയായ കാരണം. അതൊന്നും ഒരു വിഷയമല്ല. അതാ അടിച്ച് പിന്നിച്ച് പോകാൻ പറ്റും. വേറെ ലെവൽ. ബൈക്ക് ഓടിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ നമുക്ക് ഓടിക്കാൻ പറ്റും. നല്ല അടിക്ക് പൊളി കംഫർട്ടായിട്ട് ഓടിക്കാൻ പറ്റും. വിഷയം ആണ്. ഞാൻ ത്രോട്ടിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. എൻ്റെ കാലിൽ ഞാൻ പെഡലിൽ ചവിട്ടണമെന്നില്ല. അത്യാവശ്യം നല്ല സ്പീഡിൽ നമ്മുടെ സൈക്കിൾ പോകുന്നുണ്ട്. വാവ്, നല്ല അടിപൊളി ക്ലൈമറ്റ്, മഴയില്ല, നല്ല തണുപ്പ്. ആഹാ, എനിക്ക് ചവിട്ടി പോണേക്കാളും കുറച്ച് കൂടി താല്പര്യം ഈ ത്രോട്ടിൽ പിടിച്ച് പോകാനാണ്. നല്ല രസമുണ്ട്. കാരണം ഒരു 10-25 കിലോമീറ്റർ ഫാസ്റ്റിൽ നമുക്ക് സിമ്പിളായിട്ട് പോലെ. പിന്നെ ഇതിൻ്റെ മേലെ ഇരിക്കാനൊക്കെ അടിപൊളിയാണ്. പക്ക ഒരു ബൈക്കിൻ്റെ മേലെ ഇരുന്ന് നമ്മൾ പോണ ഒരു ഫീൽ തന്നെയാണ്. ത്രോട്ടിൽ കൊടുത്ത് നമുക്ക് മതിയായി കഴിഞ്ഞാൽ കുറച്ച് നേരം ചവിട്ടാനൊക്കെ പറ്റും. പിന്നെ പെഡൽ അസിസ്റ്റൻ്റ് ഒരു 5 ഇട്ട് കഴിഞ്ഞാൽ പറക്കും വണ്ടി. നമ്മുടെ ഓഡോമീറ്ററിൽ ഇവിടെ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് കാണാൻ പറ്റും. സുഖമുണ്ട് ഓടിക്കാനായിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഷിമാനോയുടെ ഗിയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ 48 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ 250 വാട്ടിൻ്റെ റിയർ ഹബ് മോട്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിപൊളി സ്റ്റീലിൻ്റെ ഫ്രെയിമും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് വേണം, നല്ല അടിപൊളിയാണ്. പിന്നെ ത്രോട്ടിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം 25 കിലോമീറ്റർ ഫാസ്റ്റിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. നമ്മുടെ ഗിയർ മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പിടിച്ചാക്കുമ്പോൾ നമ്മുടെ ഗിയർ ഡൗൺ ആവും. ഇവിടെ അടിയിലാക്കിയ നമ്മുടെ ഗിയർ അപ്പ് ആവും. കണ്ടപ്പോൾ 7th ഗിയറിലാണ് ഞാൻ പോകുന്നത്. 7th ഗിയറിൽ ചവിട്ടാനായിട്ട് അടിപൊളിയുണ്ട്. ഇവിടെ കയറ്റം വരുന്നുണ്ട്. ഈ കയറ്റം ഞാൻ ത്രോട്ടിൽ മാത്രം കൊടുത്തിട്ട് കയറാൻ പോവാണ്. ഞാൻ ത്രോട്ടിൽ മാത്രം കൊടുത്തിട്ടുള്ളൂ, കാല് യൂസ് ചെയ്യുന്നില്ല. കണ്ട അടിപൊളിയായിട്ട് കയറി പോകുന്നുണ്ട്. വാവ് ഗൈസ്, വേറെ ലെവൽ. ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്, എന്നാലും വിഷയമില്ല. നമുക്ക് കുറച്ചധികം ദൂരമൊക്കെ പോയിട്ട് വരാം. നിങ്ങൾക്കിപ്പോൾ എക്സസൈസ് ചെയ്യാനാണെങ്കിലും ഇപ്പോൾ കുറച്ച് നേരം ചവിട്ടാനാണെങ്കിലും ഇപ്പോൾ ചവിട്ടി കഴിഞ്ഞിട്ട് വയ്യാണ്ടായിട്ട് തിരിച്ച് വരണമെങ്കിൽ ഈ കാണുന്ന ത്രോട്ടിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. നിങ്ങൾക്ക് എത്ര 60 കിലോമീറ്റർ വരെ ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 30 കിലോമീറ്റർ അങ്ങോട്ട് ചവിട്ടിയിട്ട് 30 കിലോമീറ്റർ ഇതേപോലെ ത്രോട്ടിൽ പിടിച്ചിട്ട് തിരിച്ച് വരാൻ പറ്റുന്നതാണ്. വീട്ടിൽ നിന്ന് ഞാൻ ഏകദേശം ഒരു 4 കിലോമീറ്റർ ഇപ്പുറത്തെത്തി. ഞാൻ വെറുതെ ത്രോട്ടിൽ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചുകൊണ്ട് ഇവിടെ എത്തിയത്. ഇനി തിരിച്ച് 4 കിലോമീറ്റർ 5 കിലോമീറ്റർ തിരിച്ചു പോകണം. അപ്പോൾ മൊത്തത്തിൽ ഒരു 10 കിലോമീറ്റർ കവർ ചെയ്യും നമ്മൾ എങ്ങനെ പോയാലും. പക്ഷേ ഇതിൻ്റെ റേഞ്ച് 60 കിലോമീറ്റർ കിട്ടുന്നതാണ് പറഞ്ഞേക്കുന്നത്. നോക്കാം നമുക്ക് എത്ര ദൂരം പോകുന്നത്. അത്യാവശ്യം വലിയൊരു കയറ്റാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കയറ്റാണ്. സോ ഈ കയറ്റം ഞാൻ ഈ ത്രോട്ടിൽ മാത്രം പിടിച്ചിട്ടാണ് കയറാൻ പോകുന്നത്. സോ നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റും ഇവിടെ എത്ര ഫാസ്റ്റിൽ നമ്മുടെ ഇത് പോകേണ്ടത്. 25 കിലോമീറ്റർ ഫാസ്റ്റിൽ തന്നെ നമ്മുടെ ഈ കയറ്റം സിമ്പിളായിട്ട് കയറുന്നുണ്ട്. എനിക്ക് ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടാം, അല്ലെങ്കിൽ അത് ഓഫ് ചെയ്യാം, എന്താണ് ചെയ്യാം. അപ്പോൾ ഭയങ്കര ഓഡിയൻസ് അറ്റൻഷനാണ്. എന്നു വെച്ചാൽ പോണ നാട്ടുകാരും വണ്ടിയിൽ പോണവരൊക്കെ നോക്കുന്നുണ്ട്. അതുപോലെയാണ് ഐറ്റം. എന്നോട് ഇപ്പോൾ ഒരു 4-5 പേരെ വന്ന് ചോദിക്കുന്നു ഈ വണ്ടിയുടെ റേറ്റ് എത്രയാന്ന്. സോ ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഒരു ഗസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഗസ് ചെയ്യേ, കമൻറ്റ് ബോക്സിൽ പറ ഇതിൻ്റെ റേറ്റ് എത്രയാണ്. ഈ ത്രോട്ടിൽ മാത്രം കൊടുത്തിട്ട് ഇപ്പോൾ 7 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ അടിപൊളിയാണ്. നമുക്ക് ഞാൻ ചവിട്ടറും കൂടി ഇല്ല. ഇപ്പം ഇരിക്കാനാണെങ്കിൽ നല്ല അടിപൊളി കംഫേർട്ട്. വാവ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സൈക്കിള്. പിന്നെ ഇതിൻ്റെ ടയറിന് നല്ല വീതിയുള്ള കാരണം തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് പോകാൻ പറ്റും. അങ്ങനെ ഗട്ടറൊന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് അറിയുന്നില്ല. അതാണ് വീതിയുള്ള ടയറിൻ്റെ ഉണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത്. വീണ്ടും ഒരു കയറ്റത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വണ്ടി ഫുള്ള് ഓഫല്ല നിർത്തിയിട്ടുണ്ട്. സോ ഇതാ കാണുന്നൊരു വലിയൊരു കയറ്റാണ്. ജസ്റ്റ് നമ്മുടെ ത്രോട്ടിൽ മാത്രം കൊടുത്തിട്ട് ഇത് കയറി പോകാൻ നോക്കാം. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ത്രോട്ടിൽ കൊടുത്തു.
പെഡല് ഞാൻ തൊടണം കൂടിയില്ല. നോക്ക് പെഡല് ഞാൻ കാല് പുറത്തേക്കാണ് ഗൈസ്. ഇതിൻ്റെ മോട്ടറിൻ്റെ പവർ കാണിക്കാനായിട്ട് എനിക്ക് വേറെ ഇതിലും വലിയ എക്സാമ്പിൾ നിങ്ങൾക്ക് തരണമെന്ന് അറിയില്ല. നോക്ക് ഈ കാണുന്ന കയറ്റം സിമ്പിളായിട്ട് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 66 കിലോ ആണ്. സിമ്പിളായിട്ടാണ് വലിച്ച് കൊണ്ടുപോണത്. ഇപ്പോൾ ഈ സൈക്കിളിനെ കുറിച്ചിട്ട് ഇതിലടിപൊളി ഒരു റിവ്യൂ നിങ്ങൾക്ക് കിട്ടാനില്ല. കണ്ടില്ലേ, ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കൊരു ബൈക്ക് ഓടിച്ച് പോണൊരു ഫീൽ തന്നെയാണ്. ലൈക്ക് ഒരു ബൈക്ക് ഓടിക്കുമ്പോൾ ആ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സംഭവം വേറെ ലെവൽ, ഒന്നും പറയാനില്ല. വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ്. അപ്പോൾ നമ്മൾ ത്രോട്ടിൽ മാത്രം കൊടുത്തിട്ട് സക്സസ്ഫുള്ളി 10 കിലോമീറ്റർ നമ്മൾ തികച്ചിട്ടുണ്ട്. മാക്സിമം എത്ര ദൂരം വരെ പോകാൻ പറ്റും നോക്കാം. ഇതിൽ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്. അല്ല ഇതിന് ലൈസൻസ് ഒന്നും വേണ്ട. വേണ്ട വേണ്ട വേണ്ട. അല്ല അങ്ങനെയല്ല, ഇതില് ഇത് നമുക്ക് ഊരിയിട്ട് ബാറ്ററി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. വീട്ടിലെ ഉള്ളിൽ തന്നെ കുത്തിച്ച് ചാർജ് ആക്കാം. 60 കിലോമീറ്റർ കിട്ടും. ഇത് മാത്രം തിരിച്ചിട്ട് നമ്മള് പെഡൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളിത് പെഡലും കൂടി നമുക്ക് ഒരു സപ്പോർട്ട് ചെയ്യാൻ കിട്ടും. അപ്പൊ 75 കിലോമീറ്റർ കിട്ടും. സൈക്കിള് കണ്ടിട്ട് ആൾക്കാർ വരെന്താണ് ശിവന്മാര് വന്നിട്ട് ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആക്കി ഉണ്ടാക്കി തന്നെ സൈക്കിൾ കാണാൻ വേണ്ടി എന്താ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ സാധനം പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഭയങ്കര റോഡ് ടെൻഷനാണ്. എന്തായാലും നമുക്ക് കുറച്ച് ദൂരം കൂടി പോവാം. ഇപ്പൊ 11 കിലോമീറ്റർ ആയി. ഒരു 10-15 പേരായി ഇപ്പൊ എന്നോട് ഇതിന്റെ വിലയും കാര്യങ്ങളും ചോദിക്കുന്നത്. നിങ്ങൾക്ക് അറിയാണെങ്കിൽ നിങ്ങൾ കമന്റ് അടിക്കുക. നിങ്ങൾക്ക് ഫോൺ വെച്ചിട്ട് നോക്കണമെങ്കിൽ അതെ ഇതിനോട് ഫോൺ വയ്ക്കാൻ പറ്റും. ഏകദേശം 14 കിലോമീറ്റർ ആയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് നേരെ തൃശ്ശൂർക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10-18 കിലോമീറ്ററിൻ്റെ മേലുണ്ട് തൃശ്ശൂർക്ക്. ഇത്രയും ദൂരം ഇത് വെച്ചിട്ട് മാത്രമാണ് ട്രാവൽ ചെയ്യുന്നത്. തിരിച്ചും പോകണം. ഞാൻ ഇത്ര ദൂരം വരണമെന്നൊന്നും പ്രതീക്ഷിച്ചല്ല. എന്താ പിന്നെ ഇതിൻ്റെ ഒരു റേഞ്ച് ഒരു 60 കിലോമീറ്റർ പറഞ്ഞാണല്ലോ, എന്നാൽ പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു വന്നതാ. അഡ്വഞ്ചറസ് പോകാനാണ് ഗൈസ്. അതൊരു 50-60 വരും. ഇലക്ട്രിക്കാ. അപ്പോൾ ഫൈനലി നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ തിരികെയാണ്. തൃശ്ശൂർ റൗണ്ടിൽ കൂടെ നമ്മുടെ ഈ മോട്ടോർ റൈഡിൻ്റെ റേഞ്ചർ എടുത്ത് ഓടിയാണ്. ദിസ് ഈസ് തൃശ്ശൂർ റൗണ്ട്. ഇതാ കാണുന്നത് അപ്പുറത്തുള്ളത് എൻ്റെ റൈറ്റ് സൈഡിലുള്ളത് തേക്കിങ്ങാട് മൈതാനമാണ്. അത് കാണുന്നതാണ് നമ്മുടെ പൂരം നടക്കാറുള്ള തേക്കിങ്ങാട് മൈതാനം എന്ന് പറയുന്നത്. തൃശ്ശൂർ റൗണ്ടിൽ കൂടെ നമ്മൾ നമ്മുടെ ഈ മോട്ടോർ റൈഡിൻ്റെ റേഞ്ചറും കൊണ്ട് നടക്കുകയാണ്. 17 കിലോമീറ്റർ നമ്മൾ ഓടിച്ചു. ഇനി ഇവിടെ കിടന്നിട്ടൊന്ന് വട്ടം ചുറ്റിച്ച് വരാം. വെടിക്കെട്ടൊക്കെ നടക്കുന്നത് ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് മീൻസ് നമ്മുടെ ഈ ഒരു ഗ്രൗണ്ടിൽ നമ്മുടെ തേക്കിൻകാട് മൈതാനത്താണ് വെടിക്കെട്ടൊക്കെ നടക്കുക. ബലത്തിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് ഒന്ന് ചുറ്റി കറങ്ങിയിട്ടൊക്കെ വരാം. എന്താ ലുക്ക്, ആ ഫ്രെയിം നോക്കി നിങ്ങൾ. 9 കിലോമീറ്റർ ആയി നമ്മൾ ഓടിച്ചിട്ട്. നമ്മളിപ്പോൾ തേക്കിൻകാട് മൈതാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഞാൻ വീട്ടിലെത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇറക്കത്തിൽ 30-35 കിലോമീറ്റർ ഫാസ്റ്റ് നമ്മുടെ വണ്ടി ഓടുന്നുണ്ട്. പറഞ്ഞ ഇതിൻ്റെ കിലോമീറ്ററിൻ്റെ 30 പകുതി ആയിട്ടുണ്ട്. 60 കിലോമീറ്ററാണ് അവർ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ പകുതി ഇപ്പോൾ നമ്മുടെ ഇവിടെ ഓടി. എന്നിട്ടും 3 കട്ട ബാറ്ററി ബാക്കിയുണ്ട് കേട്ടോ. ഞാൻ വണ്ടി കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 32 കിലോമീറ്ററൊക്കെ ആയിട്ടുണ്ട്. ഞാൻ വീട്ടിലെത്തുമ്പോൾ ഒരു 33-34 കിലോമീറ്ററൊക്കെ ആവും. സോ ഇത്ര നേരം ഓടിച്ചതിൻ്റെ റിവ്യൂ പറയാനാണെങ്കിൽ വേറെ അടിപൊളി ഗൈസ്. നല്ല കംഫർട്ടാണ് ഓടിക്കാനായിട്ട്. പിന്നെ ട്രാഫിക്കിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ നമുക്ക് വേറെ വണ്ടിയുടെ ഇടയിൽ കൂടെ ഒക്കെ സിമ്പിളായിട്ട് എടുത്തുകൊണ്ട് പോകാം. ഇനീഷ്യൽ ഫുൾ അടിപൊളിയാണ്. സോ പെട്ടെന്ന് ഇവിടെ നിന്ന് കയറി പോകാൻ പറ്റുന്നുണ്ട്. സോ ഇപ്പോൾ 24 കിലോമീറ്റർ ഇപ്പോൾ ഒരു കയറ്റം വരാൻ പോവാണ്. ഈ കയറ്റമൊക്കെ സിമ്പിളായിട്ട് കയറും. നോക്കിക്കോ, ഒരു കയറ്റാണ് കാണുന്ന പോലെ. നമ്മുടെ വണ്ടി അടിപൊളിയായിട്ട് കയറുന്നുണ്ട്. 23 km/h. സോ ഇതൊരു 25 കിലോമീറ്ററൊക്കെ സിമ്പിളായിട്ട് പോകും. പിന്നെ ഇറക്കത്തൊക്കെ ആണെങ്കിൽ ഒരു 10-35-40 കിലോമീറ്റർ ഫാസ്റ്റിൽ വരെ നമ്മുടെ വണ്ടി പോകുന്നുണ്ട്. ഇനി ഈ വണ്ടി കൂടുതൽ ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ ലൈക്ക് ഇപ്പോൾ ആർക്കാണ് യൂസ് ചെയ്യാം, അതുകൊണ്ടല്ല, കുറച്ചും കൂടി ആപ്റ്റ് ആവാം വീടിൻ്റെ അടുത്ത് എപ്പോഴെപ്പോഴും സാധനങ്ങൾ മേടിക്കാൻ പോകണവർ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സൈക്കിൾ ചവിട്ടാൻ പോകണവർ. അപ്പോൾ സൈക്കിൾ ചവിട്ടിയും പോയിട്ട് നിങ്ങൾക്ക് വയ്യാണ്ടായിട്ട് തിരിച്ച് വരാണെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററിയുമൊക്കെ തിരിച്ച് പോരാൻ പറ്റും.
സോ അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര അടിപൊളിയാണ് ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു സൈക്കിൾ ചവിട്ടി കിതച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്ററിയുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ വരാം. അതാണ് മിക്ക ഇലക്ട്രിക് സൈക്കിളിൻ്റെയും ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ ഇവൻ അടിപൊളിയാണ്. പിന്നെ കാണാൻ ലുക്കാണ്. ഒരുപാട് പേര് വന്നിട്ട് ചോദിച്ചു ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും. റേറ്റ് ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ കമൻറ്റിൽ പറ. ഫൈനലി വീട്ടിൽ തിരികെയാണ്. ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഏകദേശം 36 കിലോമീറ്റർ നമ്മൾ സൈക്കിൾ ഇവിടെ ഓടിച്ചിട്ടുണ്ട്. സൈക്കിൾ ചവിട്ടിയിട്ട് നമ്മൾ 36 കിലോമീറ്റർ വന്നിട്ടുണ്ട്. അതിനുശേഷം 3 ഘട്ട ബാറ്ററി ബാക്കിയുണ്ട്. ഓക്കെ, സോ അത്യാവശ്യം നല്ല റേഞ്ചും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. സോ നമ്മുടെ വണ്ടീനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ മോട്ടോറാഡിൻ്റെ റേഞ്ചർ എന്ന് പറഞ്ഞ സൈക്കിൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ റോഡ് എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണ്. സോ ഈ വീഡിയോ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ നെക്സ്റ്റ് ഏത് പ്രോഡക്റ്റ് വാങ്ങുന്നുള്ളത് നിങ്ങൾ കമന്റ് അടിച്ചോളൂ. ഈ കാണുന്ന സൈക്കിളിലേക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ആ ലിങ്കിൽ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിൽ 001 നോയിൽ എന്ന് പറഞ്ഞ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പമ്പും അതേപോലെ തന്നെ സൈക്കിളിൻ്റെ ലോക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും.